ഈ സൂചി റോഡിൽ കുത്തനെ നിൽക്കുകയാണ്. പെട്ടെന്ന് ആ സമയത്ത് അതിലൂടെ പോകുന്ന ഒരു കാറിന്റെ ടയർ സൂചിയിൽ കൊണ്ടിട്ട് കാറ് പഞ്ചറായി. കാറുടമ നോക്കിയപ്പോൾ ഒരു സൂചി കൊണ്ടിട്ട് കാറിന്റെ ടയർ പഞ്ചറായതായി കാണുന്നു. കാറുടമ പെട്ടെന്ന് തന്നെ ആ സൂചി വലിച്ച് പുറത്തെടുത്തു. പക്ഷേ സൂചി പുറത്തെടുത്തതും ടയർ മാത്രമല്ല കാറ് തന്നെ മൊത്തത്തിൽ പഞ്ചറായി പോയിരിക്കുന്നു. അത് കണ്ടിട്ട് അയാളും അയാളുടെ സുഹൃത്തും പേടിച്ചു പോയി. എന്നിട്ട് അയാളുടെ സുഹൃത്ത് ആ സൂചിയെ വലിച്ചെറിഞ്ഞു. അത് അടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ പോയി തറച്ചു. അയാൾ വീണ്ടും പോയി ആ സൂചി വലിച്ചൊരു സമയത്ത് ആ ബിൽഡിംഗ് തന്നെ മുഴുവനായും ഇല്ലാതായി പോകുന്നു. ഇത് കണ്ട് രണ്ടുപേരും സൂചി കയ്യിൽ വയ്ക്കാൻ പേടിച്ചിട്ട് ഒരാൾ മറ്റൊരാളോട് സൂചി കയ്യിൽ വയ്ക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അതുവഴി സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോയ ആൾ ഇവർ തല്ലുകൂടുന്നത് എന്തിനാണെന്ന് അറിയാൻ അതുവഴി വന്നു. അന്നേരം ആ സൂചി അയാളുടെ ശരീരത്തിൽ കുത്തിക്കയറുന്നു. അയാൾ വേദന കൊണ്ട് അതിനെ ഊരിയെടുക്കാൻ ശ്രമിച്ചു. അത് ഊരിയെടുക്കരുതെന്ന് ഇവർ പറയുന്നുണ്ടായിരുന്നെങ്കിലും അയാൾക്ക് കാര്യം മനസ്സിലായില്ല. 2 സെക്കൻഡ് കൊണ്ട് തന്നെ അയാൾ ഒരു ഡ്രസ്സ് പോലെ താഴെ വീണു. അങ്ങനെ ആ സൂചി വീഴുന്ന സ്ഥലമെല്ലാം ഇല്ലാതാകുമെന്ന് മനസ്സിലാക്കിയ അവർ ആ സൂചി എങ്ങനെയും ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഒരു ഹൈഡ്രജൻ ബലൂൺ എടുത്ത് ആ സൂചിയെ പറപ്പിച്ച് വിടാൻ തീരുമാനിച്ചു. പക്ഷേ കുറച്ചൊന്ന് പൊന്തിയപ്പോഴേക്കും ബലൂൺ പൊട്ടിപ്പോകുന്നു. പെട്ടെന്ന് സൂചി വന്ന് റോഡിൽ തറച്ചു നിന്നു. റോഡിൽ തറച്ചത് കൊണ്ട് തന്നെ റോഡ് തന്നെ ഇല്ലാതാകുമെന്ന് വിചാരിച്ചുവെങ്കിലും അടുത്ത നിമിഷം ആ ഭൂമി മുഴുവൻ ഇല്ലാതായി. ആരും പ്രതീക്ഷിക്കാതെ അങ്ങനെ ലോകം മുഴുവൻ ഇല്ലാതായി.